Hello students, welcome back to Learn 24. ഈ വീഡിയോ തൊട്ട് നമ്മുടെ പുതിയ ചാപ്റ്റർ ആയ കെമിക്കൽ കൈനറ്റിക്സ് തുടങ്ങാൻ പോവാണ്. അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. അതിന് എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ? രണ്ടോ അതിലധികമോ റിയാക്റ്റൻസ് കൂടി ചേർന്ന് വേറെ പ്രോപ്പർട്ടീസ് ഉള്ള പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നതിനാണ് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? നോക്കിക്കേ, എയും ബിയും കൂടി ചേർന്ന് ടൈം പോകുന്നതിനനുസരിച്ച് പുതിയൊരു പ്രോഡക്റ്റ് ഫോം ചെയ്തിരിക്കുകയാണ്, സി. ഇതിനെയാണ് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾ വണ്ടികളുടെ ഒക്കെ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് കവേർഡ് ഇൻ എ പെർട്ടിക്കുലർ ടൈം പീരീഡിനെയാണ് നമ്മൾ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഓർ പ്രോഡക്ട്സ് ഇൻ യൂണിറ്റ് ടൈമിനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത്. അതായത് ടൈം പോകുന്നതിനനുസരിച്ച് നമ്മുടെ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയും പ്രോഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യും, അല്ലേ? എയും ബിയും കൂടി ചേർന്ന് സി ആവുകയാണ് ടൈം പോകുന്നതിനനുസരിച്ച്. അതായത് എൻ്റെയും ബിൻ്റെയും കോൺസെൻട്രേഷൻ കുറയുകയും സിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന ആ ടൈമിനെയാണ് അല്ലെങ്കിൽ ആ സ്പീഡിനെയാണ് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഇനി റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷന് നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞു റിയാക്റ്റൻസ് എന്ത് ചെയ്യുന്നു? പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. T1 എന്നുള്ളൊരു ടൈമിൽ, അതായത് റിയാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് T1 എന്നുള്ളൊരു ടൈമിൽ റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷന് നമുക്ക് R1 എന്നെടുക്കാം. റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ T1 റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനാണ് കോൺസെൻട്രേഷൻ ഓഫ് R1 എന്ന് പറയുന്നത്. ഇനി T1 പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷന് നമുക്ക് P1 എന്നെടുക്കാം. ഇനി ടൈം പോകുന്നതിനനുസരിച്ച്, അതായത് ടൈം T1 നിന്ന് T2 എത്തുമ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷന് നമുക്ക് R2 എന്നെഴുതാം. അതായത് R1 നിന്ന് R2 പോയിരിക്കുകയാണ്. റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നുണ്ട് ടൈം പോകുന്നതിനനുസരിച്ച്, അല്ലേ? ഇനി T2 പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ്. അതിന് നമുക്ക് P2 എന്നെഴുതാം. അതായത് T1 ടൈമിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനാണ് R1, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനാണ് P1. T2 ടൈമിലേക്ക് എത്തുമ്പോഴേക്കും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനാണ് R2, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനാണ് P2 എന്ന് പറയുന്നത്. ഇനി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് ചേഞ്ച് ഇൻ ടൈം നോക്കിയാലോ? ചേഞ്ച് ഇൻ ടൈം ആണ് ഡെൽറ്റ ടി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ചേഞ്ച് ഇൻ ടൈം കണ്ടുപിടിക്കുന്നത്? T2 മൈനസ് T1 ചെയ്താൽ നമുക്ക് ചേഞ്ച് ഇൻ ടൈം കണ്ടുപിടിക്കാം. എത്ര സമയമാണ് എടുത്തത്? T2 മൈനസ് T1 ചെയ്താൽ മതിയല്ലോ. ഇനി എത്രമാത്രം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ് കുറഞ്ഞത്? അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R2 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R1 ചെയ്താൽ മതി. അതേപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേഷൻ ഓഫ് P2 മൈനസ് P1 ചെയ്താൽ മതിയല്ലോ. യെസ്, ഇങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് റിയാക്റ്റൻസ് ഇൻ എ യൂണിറ്റ് ടൈം കണ്ടുപിടിക്കുന്നത്. ഇതാണ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റിൻ്റെയും റിയാക്റ്റൻസിൻ്റെയും കോൺസെൻട്രേഷൻ വിത്ത് യൂണിറ്റ് ടൈം കണ്ടുപിടിച്ചാൽ മതി. അതിലൊന്നാമത്തെയാണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് R ആൻഡ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് P. ആദ്യത്തെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് R, എത്രമാത്രം റിയാക്റ്റൻസ് കുറഞ്ഞു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ചെയ്താൽ മതി. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് R ആണ് ചേഞ്ച് ഇൻ റിയാക്റ്റൻസ്, അല്ലേ? യെസ്, ദാറ്റ് ഈസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ, ചേഞ്ച് ഇൻ ടൈം ഡെൽറ്റ ടി, അതായത് T2 മൈനസ് T1 എന്താ. ഇനി ഇത് കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാണല്ലോ, അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇടാനായിട്ട് പറ്റും. ഇനി റേറ്റിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടേണ്ടത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കണം. ഇനി ഡെൽറ്റ ആർ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാണല്ലോ, അപ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ ആ നെഗറ്റീവും ഈ നെഗറ്റീവും കൂടിയിട്ട് ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു നെഗറ്റീവ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്താണ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പി, അതായത് പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരാണ്.
അതാണ് ഇൻക്രീസ് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അതായത് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇവിടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് വരികയാണല്ലോ, അതുകൊണ്ട് അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ആറും കിട്ടി, റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പിയും കിട്ടി. അതായത് മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അതായത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ആറും റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പിയും ഈക്വൽ ആയിരിക്കും. എത്രമാത്രം റിയാക്റ്റൻസ് ആണോ കുറയുന്നത് അത്രമാത്രം പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. ഇനിയാണ് നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈക്വേഷൻ ആണ് ആവറേജ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അതായത് മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. മനസ്സിലായോ? ഇതിനെയാണ് നമ്മളൊരു ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ RAV എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഈ റിയാക്ഷൻ റേറ്റിൻ്റെ യൂണിറ്റ് ഇവിടെ നമ്മൾ എന്താ എടുക്കുന്നത്? കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ടൈം ആണല്ലോ. അപ്പോൾ യൂണിറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ യൂണിറ്റ് ഓഫ് ടൈം ചെയ്താൽ പോരെ? യെസ്, കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്താണ്? മോൾ പെർ ലിറ്റർ ആണ് കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ് അല്ലേ? സെക്കൻഡ് ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇതായിരിക്കും ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇതൊന്ന് ഓർത്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ നമ്മളൊരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കണ്ടുപിടിച്ചാൽ അതിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ RINS എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് റേറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം അറ്റ് എ പെർട്ടിക്കുലർ ടൈം പീരീഡ്. ക്ലിയർ ആണോ? യെസ്, അതിൻ്റെ ഇക്വേഷനും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആർ ആവറേജിൻ്റെ നമുക്ക് അറിയുന്നതാണ്. ആവറേജ് റേറ്റിൻ്റെ ഇക്വേഷൻ ആണ് മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ് അല്ലേ? യെസ്. ഇനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, അതായത് ഡെൽറ്റ ടി ഓൾമോസ്റ്റ് സീറോൻ്റെ അടുത്തെത്തുന്ന ടൈം, ഡെൽറ്റ ടി ഓൾമോസ്റ്റ് സീറോ ആകുമ്പോൾ നമുക്കതിനെ ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ ഡെൽറ്റ മാറ്റി ഡി ഇട്ടാൽ നമുക്ക് ആർ ഇൻസ്റ്റൻറ്റേനിയസിൻ്റെ വാല്യൂ കിട്ടും. അതായത് മൈനസ് ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി വിൽ ബി ഈക്വൽ ടു ഡി കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ഡി ടി. ഇവിടെ ഡെൽറ്റ മാറ്റി ഡി ഇട്ടാൽ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ കിട്ടും. ഇത്രേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് യൂണിഫൈങ് റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ ജനറൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് പഠിക്കാനുള്ളത്. ഇത്രയും നേരം നമ്മൾ എന്താ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്റ്റൻസും റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രോഡക്റ്റും ആണ് കണ്ടുപിടിച്ചത് അല്ലേ? ഇനി നമുക്ക് അതിനെ ഒരുമിച്ച് കണ്ടുപിടിക്കണം. എങ്ങനെയാണെന്ന് നോക്കിയാലോ? യെസ്, ദ ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് ടൈം ഡിവൈഡഡ് ബൈ ഇറ്റ്സ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ ജനറൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ദ ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്റ്റൻസ് ബൈ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. ഇതിനെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് യൂണിഫൈങ് റേറ്റ് അല്ലെങ്കിൽ ജനറൽ റേറ്റ് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. എന്തായിരുന്നു സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്? എത്ര റിയാക്റ്റന്റ് മോളിക്യൂൾസ് ആണ് റിയാക്ട് ചെയ്തത്, എത്ര പ്രോഡക്റ്റ് ഓഫ് മോളിക്യൂൾസ് ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ള നമ്പറിനെയാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആവറേജ് റേറ്റിനെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ജനറൽ റേറ്റ് ഓഫ് റിയാക്ഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഒരു കെമിക്കൽ റിയാക്ഷൻ എടുത്തിട്ടുണ്ട്. N2 + 3H2 will give 2NH3. രണ്ട് റിയാക്റ്റൻസ് ഉണ്ട്, N2 ഉണ്ട്, H2 ഉണ്ട്. ഇനി എത്ര മോളിക്യൂൾസ് ആണ് റിയാക്ട് ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഒരു മോളിക്യൂൾ ഓഫ് N2 ആണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആൻഡ് 3 മോളിക്യൂൾസ് ഓഫ് H2 ആണ് റിയാക്ട് ചെയ്യുന്നത്.
അപ്പോൾ ഇതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 3 ആയിരിക്കും. 2 NH3 ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തായിരുന്നു ആവറേജ് റേറ്റ്? മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡഡ് ബൈ ഡെൽറ്റ T ഇസ് ഈക്വൽ ടു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് P ഡിവൈഡഡ് ബൈ ഡെൽറ്റ T ആണല്ലേ? യെസ്. ഇനി ഇതിനെ അതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ജനറൽ റേറ്റ് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ ആറിന്റെയും പിന്റെയും സ്ഥലത്ത് നമ്മൾ ഈ റിയാക്റ്റൻസും പ്രോഡക്ട്സും എഴുതി കൊടുത്താൽ മതി. ആദ്യം എന്താണ്? മൈനസ് ഡെൽറ്റ R ഡിവൈഡ് ബൈ ഡെൽറ്റ T. ഇവിടെ നമുക്ക് 2 റിയാക്ടിങ് മോളിക്യൂൾസ് ഉണ്ട്, N2 ആൻഡ് H2. അത് രണ്ടും നമ്മൾ എഴുതണം. രണ്ടും ഡിക്രീസ് ചെയ്യാണ്, നെഗറ്റീവ് സൈനും ഇടണം. ആയിട്ടാണ് മൈനസ് ഡെൽറ്റ N2 ഡിവൈഡ് ബൈ ഡെൽറ്റ T. ഇവിടുത്തെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. അപ്പോൾ ഇതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഇതിനല്ലേ കിട്ടാം? യെസ്. അപ്പോൾ നമ്മൾ അത് തന്നെ ചെയ്താൽ മൈനസ് ഡെൽറ്റ N2 ഡിവൈഡ് ബൈ ഡെൽറ്റ T. ഇനി അടുത്തത് എന്തായിരുന്നു? H2 ആണ്. H2ന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്താണ്? 3 ആണ്. അപ്പോൾ നമ്മൾ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് മൈനസ് 1/3 എന്ന് എഴുതിയാൽ മതിയല്ലോ. മൈനസ് ഓഫ് 1/3 ഡെൽറ്റ H2 ഡിവൈഡ് ബൈ ഡെൽറ്റ T എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി അടുത്തത് എന്താണ്? ഡെൽറ്റ P ഡിവൈഡ് ബൈ ഡെൽറ്റ T ആണ്. പ്രോഡക്റ്റ് എന്ത് ചെയ്യാണ്? ഫോം ചെയ്യാണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് വാല്യൂ തന്നെയാണ്. ഇതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 1/2 ഡെൽറ്റ NH3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഇതായിരിക്കും ഈ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. അടുത്തത് ജനറൽ ആയിട്ട് ഒരു റിയാക്ഷൻ എടുക്കുകയാണ്. A പ്ലസ് B പ്ലസ് ഗിവ്സ് MM ആൻഡ് N. ഇവിടെ നമ്മുടെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എയും ബിയും ആണ്. എമ്മും എന്നും ആയിരിക്കും പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇവരുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ആണ് A, B, M ആൻഡ് N എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ജനറൽ റിയാക്ഷൻ എങ്ങനെ നമുക്ക് ജനറൽ ആയിട്ട് എഴുതാമെന്ന് നോക്കാം. റേറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എയും ബിയും റിയാക്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ നെഗറ്റീവ് സൈൻ ഇടണം. നെഗറ്റീവ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് മൈനസ് 1/A into delta concentration of A divided by delta T will be equal to minus 1/B delta concentration of B divided by delta T. That will be equal to 1/M. ഇത് രണ്ടും പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് സൈൻ മതി. That is 1/M into delta concentration of M divided by delta T. That will be equal to 1 divided by N delta concentration of N divided by delta T. ഇതായിരിക്കും ഈ ഒരു ജനറൽ റിയാക്ഷന്റെ ജനറൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. ഇവിടെ ഡിക്രീസ് ചെയ്യുന്ന എൻ്റെയും ബിൻ്റെയും അളവും ഫോം ചെയ്യുന്ന എമ്മിൻ്റെയും എന്നിൻ്റെയും അളവും സെയിം ആയിരിക്കും. അതൊന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.